സ്നാനത്തിനായി പോയ നേരം അമ്മയുടെ അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് കടത്തിവിടരുതെന്ന് ഗണേശന് നിർദ്ദേശം നൽകി. ഈ സമയത്താണ് മഹാദേവൻ തിരികെ എത്തിയത്. വിനായകൻ മഹാദേവന്റെ വഴി തടഞ്ഞു. കോപാകുലനായ മഹാദേവൻ വിനായകന്റെ ശിരച്ഛേദം നടത്തി. മകന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ ദേവി വിനായകന്റെ രൂപം ദർശിച്ച് കോപാകുലയായി. ഭഗവാനോട് പുത്രന്റെ പുനർജീവനം ആവശ്യപ്പെട്ടു. പുനർജന്മം സാധ്യമല്ല എന്ന് മഹാദേവൻ അറിയിച്ചതോടുകൂടി ദേവി ആദിപരാശക്തിയുടെ രൂപം പൂണ്ട് പ്രപഞ്ചം മുഴുവൻ നശിപ്പിക്കുവാൻ ആരംഭിച്ചു. ഭയന്നുവിറച്ച ദേവഗണങ്ങളും ഋഷിമാരും മഹാദേവനോട് ദേവീകോപത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കുവാൻ അപേക്ഷിച്ചു. ഭഗവാൻ വിനായകന് പുനർജീവനം നൽകിയതോടുകൂടി ദേവി ശാന്തസ്വരൂപിണിയായി.